നിരപരാധിയായ ഒരു പെൺകുട്ടിക്ക് ജീവപര്യന്തം ശിക്ഷ വാങ്ങിച്ചു കൊടുത്തപ്പോ സാറിന്റെ ഡ്യൂട്ടി തീർന്നു അല്ലേ? സ്റ്റോപ്പ് ഇറ്റ്. സത്യസന്ധരായ ഒരു പോലീസ് ഓഫീസർ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. നിയമവും വകുപ്പും കുറെയൊക്കെ എനിക്കും അറിയാം. ഐ എം എ മിലിറ്ററി ഓഫീസർ. കൂൾ ഡൗൺ മിസ്റ്റർ അജിത്. പോലീസും മിലിറ്ററിയും രണ്ടും രണ്ടാണ്. അതിന്റെ പ്രൊസീജിയറും രണ്ടാണ്. ഇരിക്കൂ. എന്താ കാര്യം പറയൂ. ഭാര്യയെ ശിക്ഷിച്ചിട്ട് ഒരാഴ്ച കഴിയുന്നതിന് മുമ്പ് പഴയ കാമുകിമൊത്ത് വേൾഡ് ടൂറിന് ടിക്കറ്റ് ബുക്ക് ചെയ്യുക. എന്താണ് സാർ ഇതൊക്കെ? സാർ ഇതൊന്നും അറിയുന്നില്ലേ? യെസ്, 22 3:30 ഫ്ലൈറ്റിൽ അല്ലേ? നിങ്ങളുടെ ഈ എടുത്തുചാട്ടമാണ് കുഴപ്പം. അല്പം അടങ്ങിയിരിക്കണം. ഞങ്ങൾ ഈ കാക്കിയിട്ടുകൊണ്ട് ഇവിടെ ഇരിക്കുന്നതേ സർക്കാരിന് ശമ്പളം പറ്റാൻ വേണ്ടി മാത്രമല്ല. എവിടെ, എങ്ങനെ, എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. രേഖ ശിക്ഷിക്കപ്പെടാൻ കാരണം തന്നെ നിങ്ങളുടെ ഈ തണുത്ത സമീപനം കൊണ്ടാ. ഇതാണ് ഞാൻ പറഞ്ഞത്. ആവശ്യമില്ലാത്ത വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക. നിങ്ങൾ ചാടിക്കേറി എന്തെങ്കിലുമൊക്കെ ചെയ്താൽ നിയമത്തിന്റെ മുമ്പിൽ നിന്ന് രേഖയെ രക്ഷിക്കാനുള്ള എല്ലാ എവിഡൻസും നഷ്ടപ്പെടും. സോ കീപ് ക്വയറ്റ്. എല്ലാം വിധിയാണ് രേഖ. നിന്നെ ഈ ഇരുമ്പഴിക്കുള്ളിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും. നീ ഇല്ലാതെ എനിക്ക് ഒരു നിമിഷം പോലും ജീവിക്കാനാവില്ല. എന്നെ ഓർത്ത് ദുഃഖിക്കരുത്. ഒരു ജീവപര്യന്തത്തിന് ശേഷം മടങ്ങി വരിക, അതുണ്ടാവില്ല. എനിക്ക് വേണ്ടി കാത്തിരുന്ന ജീവിതം പാഴാക്കരുത്. വിനുവേട്ടൻ മറ്റൊരു വിവാഹം കഴിക്കണം. മറ്റൊരു വിവാഹമോ? നിനക്ക് എങ്ങനെ ഇത് പറയാൻ കഴിയുന്നു? നീ ഇല്ലാതെ നോ. ഒരു ജീവപര്യന്തമല്ല, ഇനി ഒരു ജീവപര്യന്തം കൂടി അനുഭവിക്കേണ്ടി വന്നാലും നീ തിരിച്ചു വരുന്നതുവരെ ഞാൻ കാത്തിരിക്കും. വിനുവേട്ടാ, അല്ല, നിങ്ങൾ പോയില്ലേ? ഇല്ല, പ്ലീസ് കം. താങ്ക് യു. ഞാൻ ഇതുവഴി പോയപ്പോ നിങ്ങളുടെ വണ്ടി ഇങ്ങോട്ട് വരുന്നത് കണ്ടു. ആരാണെന്ന് നോക്കാമെന്ന് വെച്ചു. എന്തേ പോകാതിരുന്നത്? കമ്പ്യൂട്ടറിൽ ഡേറ്റ ഫീഡ് ചെയ്തപ്പോൾ കോഡ് നമ്പർ മാറിയതാണെന്ന് തോന്നുന്നു. ക്ലിയറൻസ് കിട്ടിയില്ല. കമ്പ്യൂട്ടറിനും തെറ്റ് പറ്റാം. യാത്രയ്ക്കൊരുങ്ങി വരുമ്പോൾ ക്ലിയറൻസ് കിട്ടാതിരിക്കുക. നമ്മുടെ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് കൊള്ളാം. Will you have a drink? No thanks. I am on duty. Okay. Mr. Vinod, ഇവിടെ ഇതാ ഒരു കീ കിടക്കുന്നു. Is it yours? എന്റെ കീ ഇവിടെ തന്നെ ഉണ്ട്. ഐ എം സോറി മിസ്റ്റർ വിനോദ്, ഇത് എന്റെ കീ തന്നെയാ. ഇതാ ഇത് കണ്ടോ? വെളിയിൽ വെച്ചാകാതിരുന്ന ഭാഗ്യം. വീട്ടിനകത്ത് കയറാൻ പറ്റാതായി പോയനെ. മിസ്റ്റർ മേനോൻ, നിങ്ങളുടെ കയ്യിൽ ഒരു ലെതർ ബ്രീഫ് കേസ് ഉണ്ടായിരുന്നില്ലേ? ബ്രൗൺ ഇൻ കളർ. ഉണ്ടായിരുന്നു. എന്താ? അല്ല, റെയിൽവേ സ്റ്റേഷൻ അതുപോലൊരു ബ്രീഫ് കേസ് കണ്ടുകിട്ടിയിട്ടുണ്ട്. അതിനകത്ത് 50,000 രൂപയും. അത്ര ഒന്ന് നിങ്ങളുടെ കയ്യിൽ കണ്ടതായി ഓർമ്മയുള്ളതുകൊണ്ട് ചോദിച്ചതാ. യെസ്, എന്റെയും ബ്രൗൺ ബ്രീഫ് കേസ് നഷ്ടപ്പെട്ടിരിക്കുക. എക്സിബിഷൻ ഗ്രൗണ്ടിൽ വെച്ചാണെന്നാണ് എന്റെ സംശയം. പക്ഷെ അതിനകത്ത് രൂപ കഷ്ടിച്ച് 5,000 കാണും. എന്തേ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തില്ല? മനസ്സ് സ്വസ്ഥമാണെങ്കിലല്ലേ സാർ ഇതൊക്കെ ചെയ്യാൻ പറ്റൂ. യെസ്, there you are right.
രേഖയെക്കുറിച്ച് ഓർക്കുമ്പോ എനിക്കൊന്നിനും തോന്നുന്നില്ല. സിംഗപ്പൂരിൽ നിന്ന് കോൺഫറൻസിന് ലെറ്റർ വന്നപ്പോ പോകാമെന്ന് തീരുമാനിച്ചത് തന്നെ അല്പമെങ്കിലും ഈ അന്തരീക്ഷത്തിൽ നിന്ന് മാറി നിൽക്കാമെന്ന് കരുതിയ. എക്സ്ക്യൂസ് മീ. Carry on. ഹലോ, യെസ്, വിനോദ് മേനൻ ഹിയർ. സം ഇമിഗ്രേഷൻ പ്രോബ്ലംസ്. ഉടനെ ശരിയാവും തോന്നുന്നു. വൈകിട്ട് കാണാം. യെസ്, ഐ ബി ദർ അറ്റ് ഷാർപ്പ് 7, ഓക്കെ? ഹലോ സാർ. ഹലോ. ഓക്കെ മിസ്റ്റർ മേനോൻ, ഞാൻ ഇറങ്ങുന്നു. നിങ്ങളുടെ ഭാര്യയുടെ ഹാൻഡ് ബാഗ് സ്റ്റേഷനിലുണ്ട്. എപ്പോ വേണമെങ്കിലും വന്ന് വാങ്ങിച്ചോളൂ. താങ്ക് യു. മൈ ടേക്ക് ലീവ് ജെന്റിൽമെൻ. അജിത്, എന്റെ മനസ്സാകെ അസ്വസ്ഥമാണ്. കാമുകിയുമായുള്ള സിംഗപ്പൂർ യാത്ര ക്യാൻസൽ ആയതുകൊണ്ടായിരിക്കും. സെഷൻസിലെ വിധിക്കെതിരെ ഒരു അപ്പീൽ പോലും കൊടുക്കാൻ ശ്രമിക്കാതെ ഏതോ ഒരു തേപിടിച്ച് പെണ്ണ് മൊത്തം നാട് വിടാൻ പോയനല്ല നീ. പാവൻ രേഖ, നിന്നെ കുറിച്ചുള്ള ഓർമ്മകളുമായിട്ട് ജയിലിൽ കഴിയാണ്ടവൾ. നീയും രേഖയും കൂടെ എന്നെ വഞ്ചിക്കുകയായിരുന്നു. നീ ഒറ്റ ഒരുത്തം കാരണമാ രേഖ ജയിലിലായത്. എല്ലാം അറിഞ്ഞിട്ടും നിന്നെ ഇവിടെ കയറ്റിയതാണ് എന്റെ തെറ്റ്. കൊള്ളാം, യുവർ ആക്ടിംഗ് ഈസ് എക്സലന്റ്. രേഖയെ കൊല്ലാൻ വേണ്ടി നീ അയച്ച വാടക കൊണ്ടല്ലടാ റോബർട്ട്, യു ബാസ്റ്റർഡ്. What the hell do you mean? ഞാൻ എന്റെ രേഖയെ ഇതല്ലേ മിസ്റ്റർ മേനോൻ എക്സിബിഷൻ ഗ്രൗണ്ടിൽ വെച്ച് നിങ്ങൾ കാണാതായെന്ന് പറഞ്ഞ ബ്രീഫ് കേസ്? എന്തിനാ നിങ്ങൾ എന്നോട് കള്ളം പറഞ്ഞത്? ഐ എം സോറി സർ. ഇനി ഞാൻ ഒന്നും ഒളിച്ചു വെക്കുന്നില്ല. റോബർട്ട് കൊല്ലപ്പെട്ട രാത്രി ഞാൻ ക്ലബിൽ നിന്ന് എത്തുമ്പോൾ ഈ ബ്രീഫ് കേസ് അയാളുടെ ബോഡിക്കരിയിലുണ്ടായിരുന്നു. റോബർട്ടിന് കൊടുക്കാൻ വെച്ച പണമാണ് ഇതിലെന്ന് രേഖ പറഞ്ഞപ്പോൾ പോലീസ് വരുന്നതിന് മുമ്പ് ഞാനിത് മാറ്റി. അല്ലെങ്കിൽ എന്റെ രേഖയ്ക്കെതിരായുള്ള ആദ്യത്തെ തെളിവാകുമായിരുന്നു ഇത്. അവളെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാനിത് ചെയ്തത്. എന്നോട് ക്ഷമിക്കണം സർ. നോ നോ ഇൻസ്പെക്ടർ, ഹി ഈസ് ലൈങ്. എല്ലാത്തിന്റെയും പേരിൽ നീയാണ്. രേഖ ലിഫ്റ്റിൽ കൊണ്ടുവച്ച പണം എടുത്തത് നീയാ. രേഖയെ കൊല്ലാൻ റോബർട്ടിനെ അയച്ചത് നീയാ. ഐ നോ യു ആർ ദ കൾപ്രിറ്റ്. സ്റ്റോപ്പ് ഇറ്റ്. എന്താണ് ഈ കാണിക്കുന്നത് മിസ്റ്റർ അജിത്? ബിഹേവ് യുവർ സെൽഫ് ആൻഡ് പ്ലീസ് ഗോ ഔട്ട്. ഓ, അപ്പൊ ഇത് എല്ലാവരും ചേർന്നിട്ടുള്ള ഒത്തുകളിയാണല്ലേ? പണവും സ്വാധീനവും ഉണ്ടെങ്കിൽ ഇവിടെ എന്തു ആവാമല്ലോ. യു പീപ്പിൾ ആർ റിയൽ ഹിപ്പോക്രറ്റ്സ്. മിസ്റ്റർ മേനോൻ, ഞാൻ എന്റെ ഡയറി ഇവിടെ വെച്ച് മറന്നുപോയി. അത് എടുക്കാൻ വന്നതാ. ഓക്കെ, സി യു. സാർ,
நான் உள்ள போறேன் தீரராகவன், நீங்க வெயிட் பண்ணு. சரி, சார். நீங்க 2 பேரும் ஸ்டேஷனுக்கு போ. சார் സിദ്ദീഖ്, അവരെ അയച്ചേക്കൂ. നിങ്ങൾ ഇവരെ പോയില്ലേ? ഇല്ല സാർ. എന്താ വേണ്ടത്? രേഖ നിരപരാധിയാ, എങ്ങനെ അവളെ രക്ഷിക്കണം? പെട്ടെന്നുള്ള ഇമോഷണൽ ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. സോറി സാർ. വരൂ. വരൂ. എന്താ സാർ ഫ്രണ്ട് ഡോർ തുറക്കാതിരുന്നത്? നിങ്ങളുടെ ഹാൻഡ് ബാഗിൽ വീടിന്റെ കീ കാണുമല്ലോ, അതുപയോഗിച്ച് തുറക്കാമായിരുന്നില്ലേ? ഞാൻ ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നോക്കട്ടെ. ഈ കീ നിങ്ങളുടേതല്ലേ? അതെ, പക്ഷെ അതുകൊണ്ട് തുറക്കാൻ പറ്റുന്നില്ല. തീരരാഘവൻ, സാർ. இந்த பேக் ஸ்டேஷன்ல கொண்டு போய் சித்தி கையில கொடுத்துடு. ശരി സാർ. നിങ്ങളുടെ ഭാര്യയുടെ ഹാൻഡ് ബാഗ് സ്റ്റേഷനിലുണ്ട്. എപ്പോ വേണമെങ്കിലും വന്ന് വാങ്ങിച്ചോളൂ.